ചാടണം എങ്ങനെയാ കാണാല്ലേ? ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെയിലടിച്ചിട്ടേ കണ്ണുറക്കാൻ വയ്യ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഗോവയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഒരു ചെറിയൊരു വെക്കേഷൻ കൈൻഡ് ഓഫ് പക്ഷെ നമ്മൾ അധികം പ്ലേസസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ടീ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലും ഒരു റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് പ്രൈവറ്റ് ബീച്ചുണ്ട്, പിന്നെ പറ്റുമെങ്കിൽ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവാം എന്ന് വിചാരിക്കുന്നു. സൗത്ത് ഗോവയാണ് ചൂസ് ചെയ്തേക്കുന്നതും, അപ്പോൾ കുറച്ചുകൂടിയും കാമായിരിക്കുമല്ലോ എന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. എനിക്ക് ആക്ച്വലി വയ്യായിരുന്നു, കുറച്ച് പനിയും ജലദോഷവും ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ മുഖമൊക്കെ ചിലപ്പോൾ നല്ല ടയേർഡായിട്ട് തോന്നുന്നുണ്ടാവും. പിന്നെ ഞങ്ങൾ ഇന്നലെയാണ് എത്തിയത്, പക്ഷേ വരണ വഴിക്കൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവളുടെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ഇടും, അപ്പോൾ അത് കണ്ടാൽ മതി. അപ്പോൾ ഞങ്ങളെന്തായാലും ഇന്ന് 2 ദിവസം ഉണ്ട് ഇവിടെ. ഇന്ന് രാത്രി, നാളെ രാത്രി, മറ്റന്നാൾ നമ്മൾ ചെക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ അതുവരെയുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എനിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും ഇൻട്രോ എടുത്ത് വെച്ചേക്കാം. ഈ വീഡിയോ എടുക്കുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇടാൻ. എനിക്ക് വന്നിട്ട് ചുമയൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ട്, പക്ഷെ എന്തായാലും എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. എന്നാ പറയണേ കുന്തിരുമണിയേ, ലിറ്റിൽ ട്രാവലർ തീയാണോ? എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ് ഇന്നലെ? അലമ്പായിരുന്നോ? അപ്പം ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോട്ടെ. റൂമൊക്കെ പലമ്പാണ്, ഇന്നലെ വന്നിട്ട് എല്ലാം കൂടി വലിച്ചു വാരിയിട്ടേക്കാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം മര്യാദയ്ക്ക് കാണിക്കുന്നില്ല. നമ്മൾ ഇവിടുത്തെ ഒരു വില്ലയാണ് എടുത്തേക്കുന്നത്. ബാക്കി വിശേഷം ഞാൻ വഴിയായി പറയാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നു. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട്, ഇവിടെ ഒരു സലൂണുണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് വരുന്നതിന് മുമ്പ് പനിയും ഇതൊക്കെ ആയതുകൊണ്ട് ത്രെഡ് ചെയ്യാനും വാക്സ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്നും ചെയ്യാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കൊണ്ടുപോകാമെന്ന്. ഇതിൻ്റെ ഉള്ളിൽ സലൂൺ, സ്പാ എല്ലാം ഉണ്ട്. നമുക്ക് സ്പാ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ തൽക്കാലം വന്ന് അവളെ ഒന്ന് ചെറുതായിട്ട് ഉറക്കി എണീപ്പിച്ച് പാലൊക്കെ കൊടുത്തിട്ട് അവർ രണ്ടുപേരും, ശരത്തും കൊച്ചും റൂമിലിരിക്കുകയാണ്. ഞാൻ വേഗം പോയിട്ട്, ഇതാകുമ്പോൾ അധികം സമയം എടുക്കില്ലല്ലോ, വേഗം പോയി ത്രെഡ് ചെയ്തിട്ട് വാക്സൊക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് സലൂൺ എന്നൊക്കെ ഞാൻ കാണിക്കാം. നല്ല കത്തിയായിരിക്കും. നാട്ടിൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടി കാശ് കൊടുക്കേണ്ടി വരും. നാട്ടിൽ എന്ന് വെച്ചാൽ ബാംഗ്ലൂർ അതിലും കൂടുതലാണ്, പക്ഷെ അതിൻ്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും. കാരണം 18% GST വരുമല്ലോ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെയും പോകാനൊന്നുമല്ല, എന്നാലും എനിക്കിങ്ങനെ ട്രിപ്പ് വരുമ്പോൾ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. പിന്നെ ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ല, എല്ലാം ഉണ്ട്. സ്പാ ഉണ്ട്, ജിമ്മുണ്ട്, ബ്യൂട്ടി പാർലറുണ്ട്, റെസ്റ്റ് റൂംസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് ഇവിടെ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഈ നട്ടുച്ച വെയിലത്ത് ബീച്ചിൽ പോകാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. ചെന്നിട്ട് ടീനെ കുളിപ്പിച്ചിട്ടൊക്കെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകണം എവിടെയെങ്കിലും. എനിക്കിപ്പോഴും പനിയുടെ ഇത് ശരിക്കും മാറിയിട്ടില്ല, കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. എനിവേ നമുക്കവിടെ പോകാം. ഇതാണ് പാർലർ, എത്തിയിട്ടുണ്ട്. ട്വിസ്റ്റ് ആൻഡ് കേൾസ് എന്നാണ് പേര് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് സ്പാ, അതിൻ്റെ അപ്പുറത്താണ് ജിം. ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് ഇവിടുത്തെ സലൂൺ വന്നിട്ട്. ഇങ്ങനെ അത്യാവശ്യം നീറ്റാണ്, നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം എല്ലാം നല്ല നീറ്റാണ്. ഇവിടെയായിരുന്നു. അപ്പോൾ ഞാൻ ത്രെഡിങ്ങേ ചെയ്തുള്ളൂ, കാരണം ഞാൻ വാക്സിൻ കൂടുതലും പീൽ ഓഫ് ആണ് പ്രിഫർ ചെയ്യാറ്. അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ത്രെഡ് മാത്രം ചെയ്ത് പോവുകയാണ്. സ്ലീവ്ലെസ് ഇടണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നോക്കട്ടെ. തൽക്കാലം റേസർ വെച്ച് ചെയ്യുന്നതായിരിക്കും അതിലും ബെറ്റർ. ആലോചിച്ചില്ല, നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് സ്പായുടെ ഫ്രണ്ടിലാണ്. നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ഹൗ സ്പാ റൂം. ഞങ്ങൾ സ്പാ സാധാരണ എടുക്കാറുണ്ട്, പക്ഷേ പറ്റി ഉള്ളത് കൊണ്ട് അത് പറ്റത്തില്ല. 9 മണി മുതൽ 8 മണി വരെ ഉണ്ട്. നമുക്ക് നേരെ ജിം ഒന്ന് കാണാം.
കയറാം. യെസ്, ഇതാണ് ജിമ്മ്. അത്യാവശ്യം നല്ല വലിയ ജിമ്മാണ് കേട്ടോ, എല്ലാം ഉണ്ട്. ഞാൻ പണ്ട് സൗദിയിൽ നിന്നിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് IHG. അപ്പോൾ അവിടെയും ഇത്ര അടിപൊളി ജിമ്മായിരുന്നു. ഐ മീൻ ഇതിലും അടിപൊളിയായിരുന്നു. പക്ഷെ ഞാനിവിടെ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്, നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ വെക്കേഷന് വരുമ്പോൾ എന്താ പറയുക, വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട, എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ജിം. ഓക്കെ, അപ്പം ഇനി നമുക്ക് തിരിച്ചു പോവാം. എന്നിട്ട് എന്താ പരിപാടി നോക്കണം. ലഞ്ച് കഴിക്കണം. പക്ഷെ എനിക്ക് തീരെ വിശപ്പില്ല, ഒരു സുഖമില്ല. അതുകൊണ്ട് അറിയത്തില്ല നാളെ പുറത്ത് പോകണോ എന്നതിൻ്റെ ഉള്ളിൽ ഇരിക്കണോ എന്ന് ആലോചിക്കുന്നു. നല്ല ഭംഗി ഇവിടുന്ന് ബീച്ച് കാണാൻ. നല്ല വെയിലാണ്, അതുകൊണ്ട് പോകാത്ത. പക്ഷെ നല്ല രസമുണ്ട് ഇവിടുന്ന് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഗേസ് നോക്ക് ഗേസ്, സോ നൈസ് അല്ലേ? അയ്യോ എൻ്റെ തല പോയി. നമുക്ക് ഇറങ്ങാം. നട്ടുച്ചയാവും, വൈകുന്നേരം ഒരു 3-4 ഇറങ്ങാം എന്ന് വിചാരിക്കാം. പക്ഷെ തീ ഉറങ്ങുവാണെങ്കിലാണ് പ്രശ്നം. ഇപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാമായിരുന്നു, പക്ഷെ ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോട്ടെ, എന്നിട്ട് അവളെ കുളിപ്പിക്കണം. അവളെ പാൽ കൊടുക്കുകയാണ്. ഓക്കേ, അങ്ങനെ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയായി, 2:30 അവളെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അവളിച്ചിരി അലമ്പാണ്. ഇപ്പോഴും അലമ്പാണ്, ഉറങ്ങാനൊന്നും പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും റൂമിലേക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വെച്ചാൽ അവളെ കൊണ്ട് പോയാൽ പിന്നെ അവളവിടെ കിടന്ന് കറിയും. അപ്പോൾ നമ്മൾ റൂമിലേക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വെക്കുവാണ്. ബിരിയാണി ഓർഡർ ചെയ്ത് വരണം. അപ്പോൾ അത് കഴിക്കട്ടെ. ഹൈദരാബാദ് സ്റ്റൈലാണ്, കുഴപ്പമില്ല. എവിടെ പോയി ബേബു? ബീച്ചിൽ പൂളിൽ പോവാണോ? പൂളിലിറങ്ങാൻ പോവാണോ? ആണോ? ഇത് എവിടെ നോക്കണേ? എവിടെ നോക്കണേ? എത്ര ക്യാമറയാണോ? പിന്നെ കിട്ടുന്നു. ഹായ് ഹായ്. ഇത് എവിടെയാ നമ്മൾ പൂളിലിറങ്ങാൻ പോന്നിട്ട്? ഇതേ കണ്ടോ, എന്നെക്കാൾ അടിപൊളിയായിട്ട് നീന്തുന്നുണ്ട്. പിള്ളേർക്ക് നീന്താൻ അറിയാന്ന് പറയണത് ശരിയാ. അവള് കാലും കൈ ഇതാ അടിക്കുന്നുണ്ട്. പിടിച്ചിട്ടുണ്ട്, വിട്ടിട്ടില്ല ഫുള്ളായിട്ട്. പക്ഷെ എന്നാലും രസമുണ്ട്. എന്താ അടിപൊളിയല്ലേ പിള്ളേര്. ബേബി, നമ്മൾ എങ്ങോട്ട് പോണേ? ഞങ്ങളങ്ങനെ ഫൈനലി ബീച്ചിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ സൺസെറ്റ് സമയമായി. സമയം ഇപ്പോൾ 6:15, ഒരു 6:45 സൺസെറ്റ്. അപ്പോൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ജസ്റ്റ് പ്രൈവറ്റ് ബീച്ചാണല്ലോ, നടന്നാൽ മതി. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൺസെറ്റ് കാണുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ബീച്ച്. നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഹായ്, കുറേ നാളായി ഇങ്ങനെ പുറത്തേ സൺസെറ്റ് കാണാൻ വന്നുകൊണ്ട് ഭയങ്കര ആക്രാന്തം. അപ്പോൾ അത് ഇങ്ങനെ കേട്ടോ, നല്ല രസമുണ്ട് ഇങ്ങനെ വന്നിട്ട്. ഇറ്റ്സ് നൈസ്. സൺസെറ്റ് ആവുന്നു. രസമുണ്ട്. ഇവിടെ നല്ല നിറച്ചും ആൾക്കാർ റിസോർട്ടിൽ തന്നെയാണ്, വലിയ റിസോർട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിറച്ചും ആൾക്കാരുണ്ട്. എന്നാലും പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. അല്ല, അങ്ങനെ സൺസെറ്റ് ഏകദേശം തീരാറായി. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കായിരുന്നു. ഈ സ്ഥലത്തിന് പറഞ്ഞൊരു അനുസരണ ഇല്ല. ഇങ്ങോട്ട് തിരിയുമ്പോൾ അങ്ങോട്ട് തിരിയും. ഓക്കെ, അപ്പോൾ ഇതേ സൺസെറ്റ് അവിടെ നോണ്ടിരിക്കുന്നു. യെസ്, ദേ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ നല്ല ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. സ്കൈ ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല.
അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ച് യാത്രയായി റൂമിലേക്ക് പോവാണ്. യെസ്, ഇനി ഒന്നുമില്ല, കാരണം ടീക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അവൾ 4 മണിക്ക് എണീറ്റാണ്, സമയം 7 മണിയായിപ്പോൾ. അപ്പോൾ വേഗം പോയി അവളെ ഉറക്കണം. ഇന്നിനി എന്താ, ഒരാൾക്ക് കളി കാണണം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ആരുടെ കളിയാണ്? ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് കളിയാണ്. അപ്പോൾ അതെ, അപ്പോൾ അത് കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പോയി കഴിക്കണോ റൂം ഡൈനിങ് ചെയ്യണോ എന്നത് കൺഫ്യൂഷനാണ്. അപ്പോൾ ഞങ്ങൾ അത് കാണട്ടെ. ദേ ബീച്ച് നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി. രസമുണ്ട്. ഗോവ ഈസ് ലൈക്ക് കേരളം, കുറേ തെങ്ങില്ലേ. നമ്മൾ റിസോർട്ട് തന്നെയാണ്. നാളെ ഞാൻ നോക്കാം എന്താ ചെയ്യണമെന്ന്. കൂടുതൽ ദൂരേക്കൊന്നും എന്തായാലും പോവില്ല. അതിൻ്റെ അടുത്താണെങ്കിൽ എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ പോകത്തുള്ളൂ, ഫുഡ് കഴിക്കാൻ വെള്ളം. കാരണം ഞാൻ അക്വേറിയം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. വെയിലൊന്നും കൊള്ളാതെ അവളെ കൊണ്ടുപോകാൻ പറ്റുമോ ഒന്നും കണ്ടില്ല. പിന്നെ ഒത്തിരി തിരക്കുള്ള സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവളെ എങ്ങനെ ഭയങ്കര അലമ്പാക്കിയ പിന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാം, ബീച്ചിൽ പോവാം, അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. പിന്നെ ഊബറും ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ തന്നെ പിന്നെ ക്യാബൊക്കെ എടുത്ത് പോകണം. എത്രത്തോളം നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. എന്നിട്ട് റൂമിൽ എത്തിയിട്ട് ഇനി അവളെ ഉറക്കും. അപ്പം മിക്കവാറും ഇനി നാളെ ആയിരിക്കും കേട്ടോ വീഡിയോയിൽ വരുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ. ടിബേബി ഉറങ്ങിപ്പോയി, പാവം അടുത്ത് പോയത്. കടലിൽ പോയി ബീച്ചിൽ പോയി കാറ്റൊക്കെ കണ്ടപ്പോഴേക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. പാവം ഉങ്ങിപ്പോയി. അപ്പയുടെ കയ്യിലിരുന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങനെ കയറേണ്ടി വരും. ചാടണം എങ്ങനെയാ? ചാടിക്കയറാം, ഷോർട്ട് കട്ട് എടുത്തതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ. വീണ്ടും ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഞങ്ങൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ആസ് യൂഷ്വൽ. പുറകിൽ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് കൊച്ചിനെ മര്യാദയ്ക്ക് എടുത്താൽ നോക്കുക. ബേബി ഗുഡ് മോർണിംഗ് പറയൂ. കാല് നക്കാല്ല. ഗുഡ് മോർണിംഗ്, ഹായ്. കാലോടെ ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറയുന്നല്ലേ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പിന്നെന്താ, ബീച്ചിൽ പോവും. ഞാൻ പറഞ്ഞ പോലെ അറിയില്ല, പുറത്തെവിടെയെങ്കിലും പോകുന്നു നോക്കണം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അപ്പോൾ പുറത്ത് എന്താണെന്ന് നോക്കണം, ചോദിക്കണം. വണ്ടിയും എല്ലാ കാര്യവും ചോദിച്ചിട്ടേ പുറത്ത് പോവുള്ളൂ. ഫുഡ് കഴിക്കാൻ പോകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഒരു സമയമെങ്കിലും അടുത്തൊരു നല്ലൊരു ഷാക്ക്, അത്യാവശ്യം നല്ല റേറ്റിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു ഉള്ളത്, അതെങ്കിലും പോകണമെന്ന്. ബാക്കി പിന്നെ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ. അല്ലെ, അവർ കുറച്ച് വലുതാവണമല്ലോ. ഇപ്പം നമ്മൾ അവരെയാണല്ലോ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം അവരുടെ സ്ലീപ്പ് തെറ്റാൻ പാടില്ല, പിന്നെ നമ്മുടെ ട്രിപ്പ് മൊത്തത്തിൽ കൊള്ളാവും. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. ബൊഫയാണ്, ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ക്ലിപ്പ് എടുത്ത് അത് ആഡ് ചെയ്യാനുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചുമ്മാ ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങി. രാവിലെ 9 മണി 9:30 നല്ല വെയിൽ. എനിക്കാണെങ്കിൽ കണ്ണുറക്കാൻ വയ്യായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ റൂമിൽ പോയി ഇരിക്കല്ലേ, അതിന് മുമ്പൊന്ന് ബീച്ച് വരാമെന്ന് വെച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏതായാലും ഉച്ചയ്ക്ക് ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഹോളിഡേ ഇൻ റിസോർട്ട് ചെയ്യാം. ഇത് റിസോർട്ടിൻ്റെ എൻട്രി ഭാഗമാണ്. ഭയങ്കര വലുതാണ് കണ്ടോ. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ വൈകുന്നേരം എപ്പോഴെങ്കിലും ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ എടുക്കാം. പക്ഷേ ഇതാണ് ഇങ്ങനെ എൻട്രൻസ് കയറി വന്നിട്ട് അങ്ങോട്ടാണ്. ഇങ്ങനെയാണ്. അങ്ങനെ ആ കാണുന്നതാണ് റിസപ്ഷനും. പിന്നെ ഇതൊക്കെ വില്ലാസ്, അങ്ങനെയാണ്. വലിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഫിഷർമാൻ വാർഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷാക്കുണ്ട്, അവിടെ പോവാമെന്നാണ്. നടക്കാനുണ്ട്, തുറന്നിട്ടുണ്ട്. അപ്പോൾ നടക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പുറത്ത് ടാക്സിയൊക്കെ ഉണ്ട്, ഒരു വഴി നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു. സംഭവം 10 മിനിറ്റ് ഉള്ളേ, പക്ഷേ വെയിലുണ്ട്, അറിയത്തില്ല. ടീയനെ നമ്മൾ ക്യാരിയറിലിരുത്തിയേക്കാണ്. അപ്പോൾ കുഴപ്പമില്ല, കുട എടുക്കാൻ മറന്നും പോയി വീട്ടിൽ നിന്ന്. അപ്പോൾ എന്താ ചെയ്യുക, ഇപ്പം നടക്കാനേ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല. അപ്പനും മോളും ഇങ്ങനെ നടക്കുന്നുണ്ട്. താട്ട വരെ ഗേറ്റ്. അത് വേണമെങ്കിൽ നോക്കാം അവിടുന്ന്. അപ്പോൾ അവൾക്ക് തൊപ്പി മേടിക്കാനാകുമ്പോൾ വേണ്ടെന്ന് വിചാരിക്കുന്നു. ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ ഞങ്ങൾ പോട്ടെ, എന്താവും അറിയില്ല, നോക്കാം. യെസ്.
ഏത് ഫിഷർ? അത് തുറന്നിട്ടുണ്ട്. ഞങ്ങൾ പോട്ടെ. അവിടെ ചെന്നിട്ട് ഞാൻ ഫുഡ് എങ്ങനെയുണ്ടെന്ന് കയറി. ടി ബേബിക്ക് ഹാറ്റ് മേടിക്കാൻ കയറിയതാ. ടി ബേബിക്ക് ഹാറ്റ് മേടിച്ചേ. അതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് ഇവിടെ കണ്ടത് മേടിച്ചിട്ടുണ്ട്. ആ ഓക്കെ. വാല ഇതൊക്കെ നമ്മളവിടെ എത്തി ഗൈസ്. യെസ്, ഇതാണ്. വലുതാട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും. അങ്ങനെ നമ്മൾ ഫിഷർമാൻ വാക്കിൽ വന്ന് കഴിക്കുകയാണ്. ബേബിനെ ഉറക്കിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. എപ്പോൾ എനിക്കെന്നറിയില്ല. നല്ല പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം കഴിക്കട്ടെ. ഞാൻ വന്നിരുന്നിട്ട് പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ബട്ടർ ഗാർലിക് പ്രോൺസ് വന്നിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. സംഭവം കൊള്ളാം, രസമുണ്ട് ഇവിടുത്തെ വൈബ്. ഫുഡ് കഴിച്ചിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല മൊത്തത്തിലൊരു വൈബ് കൊള്ളാം. അത് റിവർ സൈഡാണ്. നമുക്ക് അവിടെ സീറ്റ് കിട്ടിയത് ഇപ്പുറത്തെ സൈഡിലാണ് കിട്ടിയത്. എങ്ങനെയുണ്ട് ഫിഷ് ഗാർലിക് ബട്ടർ ഗാർലിക് പ്രോൺസ്? കൊള്ളാം. ഫ്ലേവർ ഉണ്ടോ? അപ്പോൾ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, ഫ്ലേവർ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് വരാം. നെക്സ്റ്റ് ഇത് നമ്മുടെ ബീഫ് ചില്ലിയാണ് അല്ലേ? ബീഫ് ചില്ലി. എൻ്റെ കൂടെ എന്താ സൈഡ് തന്നേക്കുന്ന ബ്രെഡ് പോലത്തെ എന്തൊരു സാധനം കേട്ടോ. അപ്പോൾ അതാണ്. കഴിച്ചു വെക്കാം. നല്ലതെന്നാണ് ശരത്ത് പറഞ്ഞത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്തു. ഇത് കൂട്ടി കഴിക്കുമ്പോൾ എരിവ് കുറയ്ക്കാം. അങ്ങനെ നമ്മുടെ കിങ് ഫിഷ് പോംഫ്രെറ്റ് എന്തോ ഗോവൻ സ്റ്റൈൽ അത് എന്തോ അതിൻ്റെ മസാലയുടെ പേര് ഞാൻ മറന്നു പോയി. അതല്ല, വേറെന്തായിരുന്നു എൻ്റെ പേര്? അതാ. നമ്മൾ പിന്നെ റൈസും പറഞ്ഞിട്ടുണ്ട്, കിങ് ഫിഷ് കറി പറഞ്ഞിട്ടുണ്ട്, ഗോവൻ സ്റ്റൈൽ. ഇതെന്തായാലും ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ കഴിക്കുമെന്ന് അറിയില്ല. ഇതും നല്ലതായിരിക്കും. ഇതുവരത്തെ ഫുഡൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതും നല്ലതെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഒരാളെങ്കിലും വേഗം കഴിക്കും. ഒരു ചെറിയ എരിവും പുളിയും മധുരവും എല്ലാം കൂടി ആയിട്ടാണ്. കൊള്ളാം. നമ്മൾ ഡെസേർട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ചെറിയ ഗോവൻ സ്പെഷ്യൽ ട്രൈ ചെയ്യാൻ പറഞ്ഞ് തന്നാണ്. ഐസ്ക്രീമും വേറെ എന്തോ അവരുടെ സ്പെഷ്യൽ സാധനം. ഞാൻ ആക്ച്വലി ഇത് കഴിച്ച് നോക്കി. ഇത് നമ്മുടെ ഹൽവ പോലെ ഒരു സാധനം. കൊള്ളാം. എനിക്ക് തൊണ്ടവേദനയുടെ ഐസ്ക്രീം അധികം കഴിക്കുന്നില്ല. കൊള്ളാം. നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ടി ബേബി എന്ത് പറയാൻ, ഞങ്ങൾ കഴിച്ച കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ കൊള്ളാം ഫുഡ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവും ഇനി കഴിച്ചിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ബൈ. ഇത് വന്നിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അവിടെ വന്നിരുന്നപ്പോൾ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. നല്ല വലിയ റിസപ്ഷൻ ഏരിയ ആണ്. പിന്നെ നല്ല രസമുണ്ട് കാണാൻ. അവിടെ ചെറിയൊരു സ്നാക്ക് ബാറൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ഇങ്ങനെ ഈവനിങ് വന്നിരുന്ന് ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളി വ്യൂ ആണ്. ഞാനിത് ആ വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. നല്ല രസമാണ്. നമുക്ക് ശരിക്കും ഇവിടുന്ന് ആ സീ കാണാൻ പറ്റും. അപ്പോൾ കടലും കണ്ടിരുന്ന് ചായയോ വേറെ ഡ്രിങ്ക്സോ ഒക്കെ കുടിച്ച് ഈവനിങ്ങോ മോർണിംഗോ ഒക്കെ വന്നിരിക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ടീയേനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ ഉറങ്ങി, അവളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്നാക്ക് ബാറിൽ നിന്ന് നമുക്ക് 2 കൂപ്പൺ കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഡ്രിങ്ക്സും ഒരു സ്നാക്കും ഒക്കെ കഴിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബർഗറും ചായയൊക്കെ മേടിച്ച് കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞ് വെയിലാറിയിട്ട് എന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. രാത്രി എന്ന് വെച്ചാൽ ഒരു 6:45 ആയപ്പോൾ സൺസെറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ അവിടുത്തെ വ്യൂ. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഹോം. അങ്ങനെ ഞങ്ങൾ ഇന്നും കൂടി ബീച്ചിലേക്ക് വന്നു. രാവിലെ വരുമല്ലേന്ന് അറിഞ്ഞൂടാ. നമ്മൾ സൺസെറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ, ചായ കുടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. ഈ ഉറങ്ങി എണീറ്റുകൊണ്ട് ആളത്ര ഇന്നലത്തെ അത്ര സന്തോഷത്തിലല്ല. ഞങ്ങൾ ഇരുട്ടായി തുടങ്ങി. ബേബിക്ക് മുഴുവനായി. നമുക്ക് പോകണോ? അവിടെ സുന്ദരിയേ പട്ടികളുടെ സൗണ്ട്. പട്ടികളുണ്ട്. അവിടെ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങും നടക്കുകയാണ്. നമ്മൾ വെറുതെ കുറച്ച് നേരം സ്ഥലത്ത് ഇവിടെ ഇരിക്കുമായിരിക്കും. നോക്കട്ടെ.
ഇന്ന് സ്കൈ അത്ര ഭംഗിയില്ല. ഞങ്ങൾ വന്ന ദിവസം ആക്ച്വലി നല്ല ഭംഗിയുള്ള സ്കൈ ആയിരുന്നു. അതിനുശേഷം 2 ദിവസം ഞങ്ങൾ സൺസെറ്റ് കാണാൻ വന്നൊന്നും വലിയ കളേഴ്സൊന്നും ഇല്ല. അതങ്ങനെയാണല്ലോ. അന്നന്ന് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് നാളെ പോവാം, ഇന്നിനി വന്ന ദിവസമല്ലേ, ടയേർഡല്ലേ എന്ന് പറഞ്ഞു. ബീച്ച് വരുമ്പോൾ എപ്പോഴും നമുക്കൊരു ഫീലിംഗ് അല്ലേ, നല്ല ഈ കാറ്റൊക്കെ എന്തോ പലതും മറക്കുന്ന പോലെയൊക്കെ തോന്നും. ഫിലോസഫി ആയിട്ട് വേണ്ട വേണ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവളെ കരച്ചിൽ തുടങ്ങി. മടുത്ത് അവളെ ഞങ്ങൾ കഴിച്ചതിന് വന്നിട്ട് അവൾ ഉറങ്ങിയില്ല, അതിൻ്റെ. അപ്പോൾ അവൾക്ക് ഉറക്കം വരുന്നുണ്ട്, എല്ലാം കൂടി വന്നിട്ട് അവൾ മടുത്തു. അപ്പോൾ അവൾ മിണ്ടായിരിക്കണുണ്ടോ? ക്യാമറ ഉണ്ടപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ എന്തായാലും. എനിക്ക് നല്ല മടുപ്പുണ്ട്. എന്താന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് ക്ഷീണം. അമ്മേ അതെ അതെ, ഉച്ചയ്ക്ക് ഭയങ്കര ഹെവി ആയിരുന്നു. അതെ, കറക്റ്റ് ആ സമയത്ത് ഒരു ബഗ്ഗി വന്നപ്പോൾ ഞങ്ങൾ അതിലങ്ങ് റൂമിലേക്ക് പോയി. ഹേ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ഗോവയിൽ. ഞങ്ങളിത് നേരെ ഇന്ന് എണീക്കാൻ ലേറ്റായി. അപ്പോൾ നമ്മൾ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പേ നേരത്തെ എനിക്ക് രാവിലെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോണതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നടന്നില്ല. ഹിറ്റി ബേബി, ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അവളിവിടെ കിടത്തിക്കുവാണ്. നല്ല തിരക്കാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇന്നലെ ഇവിടെ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെയും കൂടിയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യം ഞാൻ എടുത്തത്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് തുടങ്ങി ഇന്ത്യയിൽ അവസാനിപ്പിക്കും. അതാണ് കഥ. ഹായ്, എൻ്റെ കുഞ്ഞുമണികൾ എവിടെയാ? ബീച്ചിലാണോ? ഹായ്, ബൈ ഗോവ. ഇനി അടുത്ത ടൈം കാണാം അല്ലേ? ലിറ്റിൽ ടൂറിസ്റ്റ് ഇൻ ഗോവ. എടാ ബർപ്പിംഗ് ക്ലോത്ത്. വെയിലുണ്ടെങ്കിലും ബീച്ച് വന്നപ്പോൾ ഒരു സമാധാനം. ഹേ ഗൈസ്, അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളെ ഈ വില്ലയുടെ ചുറ്റൊന്നും കാണിച്ചില്ലല്ലോ, നമ്മളെന്തായാലും പോവാണ്, അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന് ഉള്ള ബാൽക്കണി. ജസ്റ്റ് ഇങ്ങനെ ഒരു 2 കസേരയൊക്കെ ഇട്ടിട്ടൊരു ചെറിയ സ്പേസ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നമുക്കിവിടെ കിടക്കാൻ അവർ സ്ഥലം തന്നിട്ടുണ്ട്. ബീച്ചിൽ നിന്ന് വന്നിട്ട് വേണമെങ്കിൽ. പിന്നെ ഇത് ഇങ്ങനെയാണ്, വില്ലാസാണ് ഇതിന് ചുറ്റും. ഇത് ഫുൾ വില്ലാസാണ് കേട്ടോ. നല്ല രസമുണ്ട് സംഭവം ആക്ച്വലി. പിന്നെ വെയിലാകുമ്പോൾ നമ്മൾ ഈ സമയത്തൊന്നും ഇറങ്ങിയിരിക്കാൻ പറ്റില്ല. ഇന്നലെ വൈകുന്നേരം ഞാൻ ടീ ആയിട്ട് കുറച്ചേരം ഇറങ്ങിയിരുന്നായിരുന്നു. അങ്ങനെ ലോണൊക്കെ ആയിട്ട് നല്ലതാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാം. ഇത് പിന്നെ ഞാൻ നേരത്തെ ഇതിന് മുമ്പ് കാണിച്ചല്ലോ, ഇതിൻ്റെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി ബീച്ചുണ്ട്. പിന്നെ ആ സൈഡിൽ സാധാ നോർമൽ റൂംസാണ്. ഇത് നിങ്ങൾ അപ്പുറത്ത് കാണുന്നത് ഇതിൻ്റെ ഇങ്ങനെ ഈ ബ്ലോക്കായിട്ട് കാണുന്നത് റൂംസാണ്. ഇതാണ് വില്ലാസ് വരുന്നത്. 2 ഫ്ലോറാണുള്ളത്. റൂമിന് 2 ഫ്ലോറാണുള്ളത്. റൂമിൽ നിന്നാണ് കുറച്ചുകൂടി പൂൾ വ്യൂ കിട്ടാൻ ചാൻസ്. ഇത് കുറച്ചുകൂടി വലിയ ബിഗർ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പക്ഷേ മീൻസ് 2 വില ക്ലബ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമുക്ക് ഒരു ബെഡ് തന്നെ ഉള്ളൂ. 2 പേർക്കാണെങ്കിൽ ഒരു കൊച്ചുകൂടി 3 പേർക്ക് അത്ര പേർക്ക് തന്നെ പറ്റത്തുള്ളൂ സ്റ്റേ ചെയ്യാൻ. അങ്ങനെ അവിടെ പിന്നെ കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? തന്നെ അവിടെ. പിന്നെ ആ ലോൺ നമ്മൾ ബീച്ചിലേക്ക് പോയ വഴി അതൊക്കെ തന്നെയാണ്. സോ അതാണ് മൊത്തത്തിൽ. ഇതാണ് മൊത്തം പ്രോപ്പർട്ടി. അത്യാവശ്യം വലുതാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇതേ ബഗ്ഗി സർവീസ് ഉണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ബഗ്ഗി സർവീസ് ആണെങ്കിൽ വിളിക്കുകയൊക്കെ പറ്റും. ഇനിയിപ്പോൾ വേഗം പോയി ബാക്കി പാക്കിങ്ങും പരിപാടിയും ഒക്കെ ചെയ്യണം. സമയം 10:30 കഴിഞ്ഞു. 12 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ചെക്കൗട്ട് 12 മണിക്കാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലെത്താം 3 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ എയർപോർട്ട് ഇച്ചിരി ചെറുതായതുകൊണ്ട് ഒത്തിരി നേരം അവിടെ പോയി ഇരിക്കാനും പറ്റില്ല. ഫ്ലൈറ്റ് കുറേ സമയത്ത് വന്നാൽ മതിയായിരുന്നു. പിന്നെ നമുക്കിനി പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ ഫ്ലൈറ്റൊക്കെ കയറുന്നതിൻ്റെ വീഡിയോ വരുമ്പോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റിയെടുക്കാം, പക്ഷെ ഉറപ്പില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല വെയിലേ, അതുകൊണ്ടായിട്ട് ഞാൻ കൂടെ ഗ്ലാസ് വെച്ചേക്കുന്നത്. ഈ രാവിലെ ബീച്ചിൽ പോയി വരുമ്പോൾ, വെയിലത്ത് പോയി വരുമ്പോൾ കാറ്റടിച്ച് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ തോന്നും.
കുട്ടി ഉറങ്ങാണ്, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, എല്ലാം എടുത്തൊക്കെ വെക്കണം. അപ്പം ഞാൻ പോയി ഇനി അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. എനിക്കറിയാം ഈ വ്ലോഗ് അങ്ങനെ ഭയങ്കര അടിപൊളിയോ പ്ലാൻഡ് ആയിട്ടൊന്നും അല്ല. 3 ദിവസത്തേൽ ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇടുമായിരിക്കും, ചിലപ്പോൾ ഇട്ടില്ലായിരിക്കും. അപ്പോൾ ഇട്ടാൽ നമുക്ക് കാണാം അല്ലേ. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് വരാം. ഗൈസ്, അപ്പം നമ്മളിത് ചെക്കൗട്ട് ചെയ്ത് റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഊബർ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത് എയർപോർട്ടിലേക്ക്. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഹോളി സെലിബ്രേഷൻ്റെ പാട്ടും ബഹളമൊക്കെയാണ്. യാ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ചിലപ്പോൾ എയർപോർട്ടിൽ എന്തെങ്കിലും ക്ലിപ്പ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് സൈൻ ഓഫ് പറയുന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടിയും ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.